തോട്ട് റീറൈറ്റ് ചെയ്യണമെങ്കിൽ, ചിന്തകളെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഒരുപാട് ടൈം റൂമിൽ സ്പെൻഡ് ചെയ്യുന്നു, റൂം തുറക്കത്തില്ല, റൂം എപ്പോഴും ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മളപ്പോൾ ആ പേരൻറ്റിനോട് ചോദിച്ചാൽ അവർക്ക് ആകെ ഫ്രീ ടൈം കിട്ടുന്നത് അവൾ ആ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ സെൽഫ് ലവ്, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പറയും, പക്ഷെ അത് എങ്ങനെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുമ്പം അത് വലിയൊരു സ്വാർത്ഥതയാണെന്ന് വിശ്വസിക്കുന്ന അധികപക്ഷം ആൾക്കാരുമുണ്ട്. നമുക്ക് നമ്മളെ സ്നേഹിക്കാതെ, നമ്മളെ അംഗീകരിക്കാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും നമ്മളെ അംഗീകരിക്കാൻ പറ്റും? നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ, നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമല്ലേ, നമ്മുടെ പെർഫോമൻസ് ആണ്. നമ്മളെല്ലാം പെർഫോം ചെയ്യാണ്, ആർക്കോ വേണ്ടി മരിച്ചു കിടന്ന് പെർഫോം ചെയ്യുക. നമ്മൾ നോക്കിയാൽ മതി. ഇന്നിപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ തോട്ടും എമോഷൻസും ബിലീഫ്സിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ആകെത്തുകയായിരിക്കും ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം. ഇത് എവിടുന്നാണ് തുടങ്ങുന്നത്? ഒരു കൊച്ചു കുഞ്ഞിനോട് അമ്മ പറയുകയാണ്, നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ലടാ എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ വീഴുന്നത് ഐ ആം നോട്ട് കേപ്പബിൾ എന്നാണ്. അവനെ ഡ്രൈവ് ചെയ്യുന്ന, അല്ലെ അവനെ നടത്തുന്ന ഒരു മെയിൻ കമാൻഡായിട്ടാണ് അത് തീരുന്നത്. പണ്ടൊക്കെ ചില പേരൻസ് വിളിക്കത്തില്ലേ, കഴുത എന്നത് ചോദിക്കാൻ വരുമായിരുന്നു, കുട്ടികളെ കൊരങ്ങ കഴുത എന്നൊക്കെ വിളിക്കുന്നത്. ഇതൊക്കെ അവൻ്റെ സെൽഫ് കോൺഫിഡൻസിനെയും, ഈവൻ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളുടെ ഇന്ന് പൈസ കളിപ്പിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വലിയൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ അവന് പണത്തോടുള്ള ഫിയർ, എനിക്ക് പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടായാലും അവൻ എത്ര സമ്പാദിച്ചാലും ഏത് വയസ്സ് ചെന്നാലും അവൻ അറിയത്തുണ്ടാവില്ല അവന് പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഈ ചെറുപ്പത്തിൽ വീഴുന്ന, നമ്മൾ കേൾക്കുന്ന, ഈവൻ ഓരോ തോട്ടും നമുക്കൊരു ഇൻഫർമേഷനാണ്. അതെ, ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. പക്ഷേ ചിലര് പറയും, എൻ്റെ അപ്പനും അമ്മ എന്നെ അങ്ങനെ അടി തന്ന് വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയിരുന്നു. അതിലൊക്കെ കാര്യമുണ്ട്? അടി തന്നു എന്ന് പറയുന്നത് കൊണ്ടല്ല നമുക്കവിടെ കാര്യം. എങ്ങനെ ചില കുട്ടികൾ ഒത്തിരി അടി വാങ്ങിച്ചിട്ടുണ്ട്, എന്തിനാ വാങ്ങിച്ചെന്ന് അറിയാത്ത കുറേ അടികൾ വാങ്ങിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ചില പേരൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് അടി കൊടുത്തിട്ട് അവനെ മനസ്സിലാക്കി കൊടുക്കും. ഇവിടെ ശിക്ഷ കിട്ടിയത് നിന്നോടുള്ള സ്നേഹക്കുറവല്ല, അത് ഓരോ പേരൻറ്റിങ്ങിൻ്റെ അനുസരിച്ചാണ്. അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളെ തിരുത്താൻ വേണ്ടി അടിക്കണമെന്ന് തന്നെ ഇല്ല. ഇന്നിപ്പോൾ പല പേരൻസും ഏതമ്മമാരോട് ചോദിച്ചാലും ഭയങ്കര ബഹളവും ദേഷ്യം വന്ന് അവരുടെ ഉള്ളിലുള്ള ടെൻഷൻ അവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്? ഒരു മാറ്റവും നടക്കുന്നില്ല. കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. കുഞ്ഞുങ്ങൾക്കും അമ്മ തുടങ്ങും. ഇതെന്നും ഉള്ള ഒരു എന്നാ പറയുന്നത്, ഒരു ഷോ പോലാണ്, സീരിയൽ പോലെ. അമ്മ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മ കുറേ ബഹളം വെക്കും, കുറേ ചാടും, ചിലപ്പോൾ രണ്ട് കിട്ടിയില്ല. അവിടെ കറക്ഷൻസ് നടക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന പേരൻസിനും അറിയത്തില്ല അവരെന്താ കറക്റ്റ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള പ്രഷർ അവിടെ പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യല്ലോ, ചിലപ്പോൾ ജോലി സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ടെൻഷൻ നമ്മൾ വീട്ടിൽ എക്സ്പ്രസ് ചെയ്യും. കുട്ടികൾക്കും ഇത് എന്നും നടക്കുന്ന ഒരു ഷോയിലൊന്നും മാത്രമായിട്ട് മാറും. അവിടെ കറക്ഷൻ ഒരിക്കലും നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പാടില്ലെന്നോ, വഴക്ക് പറയാൻ പാടില്ലെന്നോ, അല്ലെ ഒരു അടി അടിക്കേണ്ട അടുത്ത് അടി അടിക്കേണ്ടെന്നോ അല്ല. പക്ഷെ അടിക്കുന്നത് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം, അവരുടെ ശരീരം വേദനിപ്പിക്കാൻ വേണ്ടി ആകരുത്. അതൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഓരോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം. അടിച്ച് വളർത്തണമെന്നുമല്ല, ഒന്നും ചെയ്യാതെ അവരെ നശിപ്പിച്ച് കളയണമെന്നുമല്ല പറയുന്നത്. അവിടെ കറക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ എന്നും ഉപദേശമാണെങ്കിൽ കുട്ടികൾക്ക് പറ്റുമോ? ഞാൻ പറയാ, നിങ്ങൾ മൊബൈൽ നോക്കരുത്, എന്നിട്ട് 24 മണിക്കൂറും ഞാൻ മൊബൈലും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ? നമ്മൾ അവരുടെ റോൾ മോഡൽ ആവണം, നമ്മളെ കണ്ടാവണം അവർ പഠിക്കേണ്ടത്. രണ്ടാമത്, പണ്ടൊക്കെ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട് ദോഷമുണ്ട്. കൂട്ടുകുടുംബം എന്നൊക്കെ അല്ല, ഒത്തിരി പേരുള്ളത് കൊണ്ട് കുട്ടികളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. പല കാര്യങ്ങളും പലരിൽ നിന്നും പഠിക്കും. ഇന്ന് അങ്ങനല്ലല്ലോ. ഇന്ന് തന്നിച്ച ഒരു കുടുംബം ആകുമ്പം അച്ഛൻ അമ്മ നമുക്ക് നമ്മുടെ ബിസി, പക്ഷെ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പേരൻസിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ 2 ഹൈറ്റുള്ള, എനിക്ക് നല്ല ഹൈറ്റുണ്ട്, ഞാനൊരു മതിലിൻ്റെ അവിടെ നിൽക്കുക, എൻ്റെ കാഴ്ച എന്ന് പറയുന്നത് നല്ല ലോങ് ഡിസ്റ്റൻസിലാണ്. എൻ്റെ കുഞ്ഞ് നിൽക്കുന്നത് മതിലിന് താഴെയാണ്. അവൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ചെറിയ വലിപ്പത്തിലാണ്. ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല അവൻ ലോകത്തെ കാണുന്നത്. ഞാൻ എൻ്റെ രീതി കണ്ടിട്ട് അവനെ തിരുത്തി അവന് വല്ലതും മനസ്സിലാവുമോ? അതാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മളൊരു 40 വയസ്സല്ല, ഒരു 32 വയസ്സുള്ള ഒരു അമ്മ ഈ 32 വർഷത്തെ അനുഭവത്തിൻ്റെ പുറത്ത് പലതും കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അവർ പക്ഷെ കാണുന്നത് ചെറിയൊരു കാഴ്ചയായിരിക്കും.
അവർക്കത് മനസ്സിലാവില്ല. അവരത് എടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ അത് ബാധിക്കുന്ന വേറൊരു രീതിയിലായിരിക്കും. അവർ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് ഞാനൊരു ഭാരമാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് ഇഷ്ടമില്ല, അല്ലെ എന്നെ കൊണ്ട് കൊള്ളില്ല, അങ്ങനൊരു രീതിയിലേക്ക് വരും. ഇവിടെ ശരിക്കും ഓരോ കറക്ഷനും എന്തിനാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതെ. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് മാഡത്തിനെ സമീപിക്കാറുണ്ടോ? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇന്നിപ്പം പലരും പറയുന്നത് ഒരു ഏജ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല, അവർക്ക് ഭയങ്കര പുച്ഛമാണ് അവരുടെ സ്ഥായീഭാവം. അതേപോലെ അവരെന്തെങ്കിലും അവരുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് വഴക്ക് വരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് പലപ്പോഴും അമ്മമാർക്ക് അറിയാറുണ്ടാവില്ല, മനസ്സിലാവില്ല. എന്നും ഈ കുഞ്ഞ് 10 വയസ്സുള്ള കുട്ടി തന്നെയാണ്, പക്ഷെ ഇവള് ഒരു അഡോളസെൻ്റ് ഏജിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവൾ വളരുന്നു, അവളുടെ ശരീരം വളരുന്നു, അവളുടെ ഹോർമോൺ ചേഞ്ച് വരുന്നു, അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതാണ്, അവളുടെ മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് പലപ്പോഴും പേരൻസിന് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കണ്ണിൽ ഇത് കൊച്ചു കുഞ്ഞാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറകെ നടക്കുന്ന ഒരു CCTV പോലെ, ഒരു പട്ടാളക്കാരിയെ പോലെ ആയിരിക്കും അമ്മ. എന്തിനും പണ്ട് അമ്മയോർക്കും അവൾക്കതായിരുന്നു ഇഷ്ടം, എൻ്റെ പുറകെ അവൾ നടക്കും, ഇല്ല ഞാൻ അവളുടെ എന്തിനും ഏതിനും നിൽക്കുന്നു. പക്ഷെ ഇന്ന് അവർക്ക് അല്പം പ്രൈവസി ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ കാലം അങ്ങനെയാണ്, എല്ലാം അവരുടെ ഫിംഗർ ടിപ്സിലുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം അമ്മമാർക്ക് ഭയമാണ്. ഇവിടെ വേണ്ടത് അവരുടെ ഉറ്റ സുഹൃത്താകുക എന്നുള്ളത്. നമ്മളുടെ ആശങ്കകളെല്ലാം അവരുടെ പുറത്ത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇതിന് കുറേ ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. കാരണം ചില കുട്ടികൾ പറയാറുണ്ട്, ഒരുപാട് ടൈം റൂമിൽ സ്പെൻഡ് ചെയ്യുന്നു, റൂം തുറക്കത്തില്ല, റൂം എപ്പോഴും ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മളപ്പോൾ ആ പേരൻറ്റിനോട് ചോദിച്ചാൽ അവൾക്ക് ആകെ ഫ്രീ ടൈം കിട്ടുന്നത് അവൾ ആ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ പഠിക്കുന്നുള്ള ടെൻഷൻ, നമ്മൾ പ്രശ്നം കാണും. അതല്ലെങ്കിൽ വേറെ എന്തിനേലും അവളെ അല്ല അവനെ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യും. സോ അവർക്ക് കിട്ടുന്ന അല്പം റിലാക്സേഷനും സമാധാനം കിട്ടുന്നതാണ് അവരിങ്ങനെ കയറി ഇരിക്കുന്ന സമയം. അത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇത് അപ്രോച്ച് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ട്, ബ്രേക്കപ്പായി, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരാറുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വരാറുണ്ട്. എൻ്റെ അടുത്ത് അധികം വരുന്നത് ബ്രേക്കപ്പ് ആയവരും വരുന്നുണ്ട്, ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്. പ്രത്യേകിച്ചും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അവരോട് പറയുന്നത് എൻ്റെ മനസ്സ് നിറയെ വിഷമമാണ്, വേദനയാണ്, പക്ഷെ അവർക്കും അത് മനസ്സിലാവുന്നില്ല. എനിക്കിനി അതെങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതെന്ന് അറിയില്ല. പലപ്പോഴും നമ്മൾ എന്താണെന്നറിയോ, ആളുകൾ നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ ചുറ്റുപാടും തേടും. എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, അച്ഛൻ, അവർ മനസ്സിലാക്കി അവർ മാറിയിട്ട് ഞാൻ നന്നാകാനിരിക്കും. നമ്മുടെ ചുറ്റുപാടാണോ നമ്മുടെ കൺട്രോളിലുള്ളത്, നമ്മളാണോ നമ്മുടെ കൺട്രോളിലുള്ളത്? നമ്മൾ തന്നെയാണ്. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വന്ന് മാറ്റിത്തരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരിക്കലും നടന്നില്ല എന്ന് വരും. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ മാറ്റണം. നമ്മുടെ കൺട്രോളിലുള്ളത് നമ്മളാണ്. നമ്മൾ മാറുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നമ്മുടെ ഉള്ളിലായിരിക്കും, ഉള്ളിലുണ്ടാവും അതിനുള്ള കാരണം. നമ്മളത് മാറുമ്പോൾ, നമ്മളതിനെ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധങ്ങളൊക്കെ ശരിയാകും. ഈ പറയുന്ന പോലെ എൻ്റെ പാർട്ണർ എന്നെ മനസ്സിലാക്കുന്നില്ല, അത് ഞാൻ ഹീലാവുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറുമെന്ന്. തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ ഒരാൾ നോക്കണത് ഒരു റെഡ് കളർ സ്പെക്സ് വെച്ചിട്ടാണ്. അവർ കാണുന്നതെല്ലാം എന്നോട് നീ ചുമന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ? കണ്ണടി വെച്ച ആളുടെ പ്രശ്നമാണ് ഇല്ലേ? എന്നെ എൻ്റെ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആരാ പറയുന്നത്? ഞാനല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എവിടെ ആയിരിക്കും ഉള്ളത്? എൻ്റെ ഉള്ളിലെ പ്രശ്നം. കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളുടെ ഉള്ളിൽ. നമ്മൾ ഹീലാവുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ചെറുപ്പത്തിലിരുന്ന് നമ്മൾ കണ്ടു വളർന്നത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ, നമ്മുടെ ബിലീഫ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിലീസാകാതെ കിടക്കുന്ന ഒരുപാട് എമോഷൻസ് കാണും. ഈ എമോഷൻസ് റെഫർ ചെയ്താണ് നമ്മൾ ഓരോ സിറ്റുവേഷനെയും നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അവിടെ റെസ്പോൺസ് ഇല്ല, റിയാക്ഷൻസേ ഉള്ളൂ. അപ്പോൾ ഓരോ സംഭവങ്ങളും നമുക്ക് ഒന്നും കൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന പോലെ ആവും. ഇത് കൂടി വരുമ്പോഴാണ് ഈ സഹിക്കാൻ വയ്യാത്ത സങ്കടങ്ങളായിട്ട് മാറുന്നത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് മാറുന്നത്, നമ്മൾ വിക്ടിംസ് ആയിട്ട് മാറുന്നത്.
നമ്മൾ തന്നെ നമ്മളെ അങ്ങ് വിറ്റിമാക്കുകയാണ്. ഇപ്പം എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് അത് അന്വേഷിച്ച് നടക്കുമോ? ഇല്ല. എൻ്റെ ഉള്ളിൽ സന്തോഷമാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ഞാനത് പുറത്തന്വേഷിച്ച് നടക്കുമോ? എന്നിൽ നിന്നത് പോകത്തല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് ആൾക്കാർ അന്വേഷിച്ച് വരും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അന്വേഷിച്ച ആളുകൾ വരും. നമ്മൾ ആ പുറത്ത് അന്വേഷിച്ച് നടക്കുന്നത് എന്താ? നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യമാണ്. സമാധാനം നമ്മൾ പുറത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളത് എവിടെ നിറയ്ക്കണം? നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. സ്നേഹമാണ് ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ നിറയ്ക്കേണ്ടത് എന്താ? നമുക്ക് എല്ലാവരോടും സ്നേഹമാണ്, നമ്മളോട് മാത്രം സ്നേഹമില്ല. അതാണ് ഈ സെൽഫ് ലവ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പറയും, പക്ഷെ അത് എങ്ങനെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുമ്പം അത് വലിയൊരു സ്വാർത്ഥതയാണെന്ന് വിശ്വസിക്കുന്ന അധികപക്ഷം ആൾക്കാരുമുണ്ട്. അയ്യോ ഞാൻ സ്വാർത്ഥം, ഞാൻ നരകത്തിലെങ്ങും പോകാൻ തയ്യാറായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും നമുക്ക് നമ്മളെ സ്നേഹിക്കാതെ, നമ്മളെ അംഗീകരിക്കാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും നമ്മളെ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ, നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമല്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരം. ആ ശരീരത്തെ വെറുത്തോണ്ട് ഈ ലോകത്തെ സ്നേഹിക്കാൻ പറ്റുമോ? അതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പെർഫോമൻസ് ആണ്. നമ്മളെല്ലാം പെർഫോം ചെയ്യാണ്, ആർക്കോ വേണ്ടി മരിച്ചു കിടന്ന് പെർഫോം ചെയ്യാണ്. ഈ പെർഫോമൻസ് ഒക്കെ തീരുന്ന ഒരു പോയിന്റിൽ നമ്മൾ തിരിച്ചറിയും നമ്മുടെ മുന്നിൽ ഒരു ജഡ്ജിമാരും ഇല്ല, ഒരു ഓഡിയൻസും ഇല്ലാന്ന്. അവിടാണ് തകരുന്നത്. യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, കുറേ യാഥാർത്ഥ്യങ്ങൾ. നമ്മളെ തിരിച്ചറിയാതെ, നമ്മളെ സ്നേഹിക്കാതെ, നമ്മളോട് ക്ഷമിക്കാതെ നമുക്ക് വേറൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ കാണിക്കുന്നതൊക്കെ പിന്നെ ഈ പാർട്ട് ഓഫ് പെർഫോമൻസ് ആണ്. അവിടെ സംതൃപ്തി ഉണ്ടാവില്ല, ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവില്ല. ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും, ഞാൻ എന്നെ സ്നേഹിച്ചല്ലേ എന്നെ അറിഞ്ഞ് ഞാൻ ചെയ്യുന്നതും ആർക്കോ വേണ്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പല ലൈഫിലും നമുക്ക് അവസാനം എനിക്ക് തൃപ്തിയില്ല, എന്നോട് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഇല്ല, എനിക്ക് തൃപ്തിയില്ല, ഒന്നും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആകുന്നില്ല. കാരണം അതില്ല നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈ വെറുപ്പും നിരാശയുമാണ്. നിരാശയുള്ളിടത്തുനിന്ന് എന്ത് വരും? നിരാശയേ വരുള്ളൂ. നമുക്ക് വെറുപ്പുള്ളിടത്ത് വെറുപ്പേ വരുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഹീൽ ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെയാണോ? തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, എല്ലാവരും എൻ്റെ അടുത്ത് വരുന്ന പലരും നമ്മളൊരു ക്ലാസ് ഓപ്റ്റ് ചെയ്താൽ, അല്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാറി. ഒരിക്കലും അങ്ങനെയല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്ക് 50 ലക്ഷം മുടക്കി ഒരു പ്രൊഡക്റ്റ് വീട്ടിൽ വാങ്ങി വെക്കാം. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. ചെറിയൊരു കാര്യം നമ്മളൊരു ചൂല് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ വീട് വൃത്തിയാവുമോ? ഇല്ല. നമ്മൾ എത്ര രൂപ മുടക്കുന്നു എന്നുള്ളതല്ല, നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എൻ്റെ അടുത്ത് വരുന്നവരോട്, പക്ഷെ അവരുടെ ഉള്ളിൽ കയറി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ചിന്തകളെ, അവരുടെ വിശ്വാസങ്ങളെ അവർ തന്നെ കണ്ടെത്തണ്ടേ, അവർ തന്നെ അത് മാറ്റണ്ടേ. വേറെ ആർക്കെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റുമോ? അവർ പോലും അറിയാതെ മാറ്റാൻ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ പല ടൂൾസും ടെക്നിക്സും പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ ഫസ്റ്റ് സെഷനിൽ വന്നാൽ തന്നെ ഞാൻ പറയും, ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യണം. അതെന്തിനാന്ന് ആദ്യത്തെ ആഴ്ച പറഞ്ഞു കൊടുക്കും. കാരണം അത് മനസ്സിലാക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അവർക്ക്. അവർ മൊത്തം കുഴഞ്ഞായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ അത് അന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്കൊരു സ്പേസ് കിട്ടും. അടുത്ത സെഷനുകളിലാണ് ഞാൻ പറയുന്നത്, ഇതിനു വേണ്ടിയാണ്. ദിസ് ഈസ് ദ വേ. നമുക്ക് മൈൻഡ് അല്ലെങ്കിൽ തോട്ട് റീറൈറ്റ് ചെയ്യണമെങ്കിൽ, ചിന്തകളെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ.